കണ്ടത്തോട് കമ്മ്യൂണിറ്റി ഹാളിന്റെ വാടക സംബന്ധമായി ഇന്ന് ഭരണസമിതി എടുത്ത തീരുമാനത്തിന്റെ കാര്യത്തിൽ തെറ്റിദ്ധരിപ്പിക്കൽ നടക്കപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അതൊന്ന് കൃത്യത വരുത്തുകയാണ്. മുൻ ഭരണസമിതിയും ഇപ്പോഴും നിലവില് വാടക 25,000 തന്നെയാണ്. മുൻ ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം 25,000 വാടക വാങ്ങുന്ന സമയത്ത് GST കൊടുക്കപ്പെടുകയോ സമയാസമയങ്ങളിൽ കൊടുക്കപ്പെടുകയോ ചെയ്തിട്ടില്ല. അത് അവസാനം ഓഡിറ്റ് ഒബ്ജക്ഷൻ വരികയും അത് അടക്കേണ്ടതായി വരികയും ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് അജണ്ടയായി വന്ന വാടക വർധനവ് വേണ്ട എന്ന് തീരുമാനിക്കുകയും GST അതിൽ ഉൾപ്പെടുത്താനും തീരുമാനിക്കുകയും ചെയ്യേണ്ടായി. മുൻ ഭരണസമിതിയുടെ കാലത്ത് അതിന് ക്ലീനിങ് ആയി 4,000 രൂപ വാങ്ങിയിരുന്നു. ആ 4,000 രൂപ പഞ്ചായത്തിന് നഷ്ടപ്പെട്ടിരുന്ന അവസരത്തിൽ അത് 2,000 കുറക്കുകയും അത് പാർട്ടിയിൽ നിന്ന് ഈടാക്കുകയും ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് കമ്മ്യൂണിറ്റി ഹാളില് നിലവില് ശമ്പളം 20,000 രൂപയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ 20,000 കൂട്ടത്തിൽ GST 4,500 അതോടൊപ്പം തന്നെ 4,000 രൂപ ക്ലീനിങ്ങിന് കൊടുത്തു കഴിഞ്ഞാൽ 5,000 രൂപയോളം ജനറേറ്റർ വാടകയും വരുന്നു. അതോടൊപ്പം കറണ്ട് ചാർജ് വേറെയും വരുന്നു. ഇതൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ പഞ്ചായത്തിന് എന്താണ് കിട്ടിയിരുന്നത് എന്ന് നമ്മളിവിടെ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തത വരുത്താൻ വേണ്ടി പഞ്ചായത്തിന്റെ ഫണ്ടിന് ലാഭം കിട്ടാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. അത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ചർച്ച വന്നത് എന്നുള്ളത് ഇത് മനസ്സിലാക്കേണ്ട ആളുകൾക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയുമെന്ന ഉത്തമ വിശ്വാസമുണ്ട്. പഞ്ചായത്ത് ഭരണസമിതി വാടക വർധനവ് നടപ്പിലാക്കിയിട്ടില്ല. നക്ഷത്രത്തിലക്കവും മഞ്ഞത്തുള്ളിയുടെ മനോഹാരിതയും സ്വപ്നതുല്യം ഈ വെള്ളി ആഭരണങ്ങളിൽ ആലുകാരൻ സിൽവർ ജ്വല്ലറി, ചാവക്കാട്, വാടാനപ്പള്ളി. പ്ലാറ്റിനം പോലെ സിൽവർ. ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്.